بسم الله. الحمد لله. والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, بني الإسلام على 5: شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصوم رمضان وحج البيت من استطاع إليه سبيلا. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ പരിശുദ്ധ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് 5 സ്തംഭങ്ങളിന്മേലാണ്. അതിൽ വളരെ സുപ്രധാനമായ റുക്നുകളിൽ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അനവധി സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമ്മെ ഉണർത്തുന്ന കാര്യമാണ് വഅഖീമുസ്സലാ വആതുസ്സക്കാ. നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും സക്കാത്ത് യഥാവിധം അനുഷ്ഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആ കൽപ്പന. അപ്പോൾ നമസ്കാരത്തെ പോലെ നിർബന്ധമായി നമ്മൾ നിർവഹിച്ചിരിക്കേണ്ട ഒരു ഇബാദത്താണ് സക്കാത്ത് എന്നുള്ളത് വിശുദ്ധ ഖുർആനിലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും വളരെ സ്പഷ്ടമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സക്കാത്ത് ബാധകമാകുന്ന ഒരു വ്യക്തി അത് അനുഷ്ഠിക്കുക എന്നുള്ളത് അയാൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് മഅലൂമും മിനദ്ദീനി ബിദ്ദറൂറ. അത് പരിശുദ്ധ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും പ്രാഥമികമായി അറിയേണ്ട കാര്യമാണ്. അതിനെ ഒരാൾ നിഷേധിക്കുന്ന പക്ഷം അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. സക്കാത്ത് നിർബന്ധമല്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാളുടെ സ്ഥാനം ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യധികം ഗൗരവപരമായ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് അങ്ങേയറ്റം ദുർബലരായ ദരിദ്രരും പാവപ്പെട്ടവരുമായ ആളുകളുടെ അവകാശത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖാലതത്തിസ് സ്വദഖതു ബിമാലിൻ ഇല്ലാ അഹ്ലകത്ഹു. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സമ്പത്തുമായി പാവപ്പെട്ടവന്റെ അവകാശം കലരുകയാണെങ്കിൽ അത് നൽകാതെ ഒരാൾ അത് ഹനിക്കുന്ന പക്ഷം അയാളുടെ സമ്പത്തുമായി ആ പാവപ്പെട്ടവന്റെ അവകാശം കലർന്നുപോയാൽ ആ ധനം മുഴുവനും നശിക്കുമെന്നും നിഷിദ്ധമായ ധനമായി അത് മാറുമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സക്കാത്ത് കൃത്യമായി കണക്കാക്കി അതിൻ്റെ അവകാശികൾക്ക് നൽകുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. മാത്രമല്ല, സക്കാത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അങ്ങേയറ്റത്തെ സന്തോഷവും അനുഭൂതിയും അതുപോലെ തന്നെ സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു ആരാധന കൂടിയാണത്. ഇബാദത്തുകൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ഇബാദത്തുൻ ബദനിയ്യ, ശാരീരികമായ ഇബാദത്തുകൾ. അതാണ് നമസ്കാരം പോലെയുള്ള, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ. ഇബാദത്തുൻ ബദനിയ്യ, ശാരീരികമായ ഇബാദത്താണ്. അതുകൊണ്ടാണ് അത് നിർബന്ധമാകണമെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബുദ്ധിയുണ്ടാകണം, അതേപോലെ തന്നെ പ്രായപൂർത്തി എത്തണം എന്നൊക്കെ പറയും. എന്നാൽ സക്കാത്ത് ഇബാദത്തുൻ മാലിയ്യ, അത് സാമ്പത്തികമായ ഇബാദത്താണ്, സമ്പത്തിന് ബാധകമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സക്കാത്ത് ഒരാളുടെ ധനത്തിൽ നിർബന്ധമാകണമെങ്കിൽ അയാൾക്ക് ബുദ്ധി ഉണ്ടാകണമെന്നില്ല.
ഒരാളുടെ വിവേകമില്ലാത്ത ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യന്റെ കൈവശം സക്കാത്ത് ബാധകമാകുന്ന രൂപത്തിലുള്ള ധനമുണ്ട് എങ്കിൽ അതിന്റെ രക്ഷാധികാരി ആരാണോ അവരതിന്റെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇബാദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഇബാദത്ത് അനുഷ്ഠിക്കാൻ സാധിക്കുന്നത് പടച്ചവന്റെ വലിയ തൗഫീഖുമാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിനോട് ഒരു ആഭിമുഖ്യം, സമ്പത്തിനോടൊരു വല്ലാത്ത ഇഷ്ടം, അത് മനുഷ്യനിൽ അവനിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. സമ്പത്തിനോടുള്ള ഒരു ഭ്രമം എന്ന് പറയുന്നത്. യഖൂലു ഇബ്നു ആദം മാലി മാലി, മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ ധനം, എൻ്റെ ധനം, എൻ്റെ ധനം എന്ന്. വലൈസ ലഹു മിൻ മാലിഹി ഇല്ലാ മാ അകല ഫഅഫ്ന, അവന്റെ ധനത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ അവൻ ചിന്തിക്കുകയാണെങ്കിൽ അവന് ബാക്കിയാകുന്നത് എന്താണ്? അവൻ തിന്നുകയും വിസർജ്യമായി പോകുകയും ചെയ്തത്. വമാ ലബിസ ഫഅബ്ല, അവൻ ധരിക്കുകയും ദ്രവിച്ചു പോകുകയും ചെയ്ത അവന്റെ വസ്ത്രങ്ങൾ. വമാ അഅതാ ഫഅഖ്ന, അവൻ നല്ല മാർഗത്തിൽ നൽകുകയും അവന് വേണ്ടി ബാക്കി വെക്കുകയും ചെയ്തത് എന്ന്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ അവന്റെ ധനത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ബാക്കി വെക്കുന്നത് അവൻ മറ്റുള്ളവർക്ക് നൽകുന്നതാണ് എന്ന് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ സമ്പത്തിനോട് വലിയ ഭ്രമമുള്ളവനായിരിക്കെ തൻ്റെ സമ്പത്തിൽ നിന്ന് പടച്ച റബ്ബ് ചില ആളുകൾക്കൊരു അവകാശം നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ അവകാശികൾക്ക് ആ നിശ്ചയിക്കപ്പെട്ട വിഹിതം നൽകാൻ സാധിക്കണമെങ്കിൽ ഹൃദയവിശാലത ആവശ്യമാണ്, മനുഷ്യത്വം ആവശ്യമാണ്. അതുപോലെ തന്നെ സൃഷ്ടാവിനോടുള്ള അങ്ങേയറ്റത്തെ വിധേയത്വവും ഇഷ്ടവും ആരാധനയോടുള്ള താല്പര്യവും അവൻ്റെ ഈമാനിലുള്ള വർധനവൊക്കെ ആവശ്യമാണ്. ഇതുകൊണ്ടാണ് സക്കാത്ത് എന്ന ആരാധനയുടെ പദത്തിന് തന്നെ, അതിൻ്റെ ആ നാമത്തിന് തന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും അർത്ഥമുണ്ട് എന്നുള്ളതാണ്. സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയിൽ തസ്കിയത്ത് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരർത്ഥം സംസ്കരണം എന്നാണ്. സംസ്കരണം, വിശുദ്ധി, അതുപോലെ തന്നെ വർധനവ്, വളർച്ച, വികാസം തുടങ്ങിയ അർത്ഥങ്ങൾ എന്തിനുണ്ട്? സക്കാത്തിനുണ്ട്. അപ്പോൾ സക്കാത്ത് അതൊരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. ഒന്ന്, അവൻ്റെ നഫ്സിനെ, ആത്മാവിനെ, അവൻ്റെ ഹൃദയത്തെ അത് ശുദ്ധീകരിക്കുന്നു. സക്കാത്ത് നൽകുന്ന ഒരു വ്യക്തിയുടെ ഈമാനും നൽകാത്ത വ്യക്തിയുടെ ഈമാനും ഒരിക്കലും തുല്യമാകുകയില്ല. ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ ഈമാനും അനുഷ്ഠിക്കാത്ത വ്യക്തിയുടെ ഈമാനും ഒരിക്കലും തുല്യമാകുകയില്ല. അതുപോലെ തന്നെ ധനം റബ്ബിൻ്റെ മാർഗത്തിൽ നൽകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയവിശാലത വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും, അവൻ്റെ ഹൃദയവിശാലത വർദ്ധിക്കും. അവൻ്റെ ഹൃദയത്തിന് വല്ലാത്തൊരു അനുഭൂതിയാണ് ആ സക്കാത്ത് നൽകുന്നതിലൂടെ ലഭിക്കുന്നത്. മാത്രമല്ല അവൻ്റെ പ്രതിഫലം വർദ്ധിക്കും, അജ്ർ വർദ്ധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ആതൈതും മിൻ റിബൻ ലിയർബുവ ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ് വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. ആളുകളുടെ ധനത്തിൽ നിന്ന് നിങ്ങൾ നേട്ടമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഇടപെടുന്ന പലിശ, അത് അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങൾക്ക് യാതൊരു വിജയവും നൽകുകയില്ല. എത്ര ഉണ്ടാക്കി എന്ന് നിങ്ങൾ കരുതിയാലും പടച്ചവന്റെ പക്കൽ നിങ്ങൾ പരാജിതരാണ്, പലിശയുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിൽ. എന്നാൽ വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സക്കാത്താണ് എങ്കിൽ ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോ ആ ഇരട്ടിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവൻ്റെ ധനം വർദ്ധിക്കും, അവൻ്റെ പ്രതിഫലവും വർദ്ധിക്കും. ഭൗതികമായ വർധനവും പാരത്രികമായ വർധനവും, രണ്ട് രൂപത്തിലുള്ള വർധനവും അയാൾക്ക് ലഭിക്കും. നൽകുന്നത് കൊണ്ട് അവൻ്റെ സമ്പത്തും അതിലുള്ള അനുഗ്രഹവും വർദ്ധിക്കുക മാത്രമേയുള്ളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് സദഖത്തുൻ മിൻ മാലി. അല്ലെ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ പടച്ചവൻ ഈ ഭൂമിയിൽ നിശ്ചയിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നൽകുന്നവൻ അവൻ്റെ ധനം വർദ്ധിക്കും.
ആ ധനം വർദ്ധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം വർദ്ധിക്കും. അവന്റെ ആരോഗ്യത്തിലായിരിക്കാം, അവന്റെ സന്തോഷത്തിലായിരിക്കാം, അതുപോലെ തന്നെ അവൻ അനുഭവിക്കുന്നതായ അനുഗ്രഹങ്ങളിലായിരിക്കാം. പല രൂപത്തിലുള്ള വർധനവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാനധർമ്മം കാരണത്താൽ ഒരു മനുഷ്യന്റെയും ധനത്തിൽ കുറവ് സംഭവിക്കുകയില്ല, വർധനവല്ലാതെ. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അൻബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവർ അവർ ആരെ പോലെയാണ്? ഒരു ധാന്യമണി നടുന്നവനെ പോലെയാണ് ആ ദാനധർമ്മം. അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാകുന്നു ഒരു ധാന്യമണിയിൽ നിന്ന്. ഓരോ കതിരിലും 100ഓളം ധാന്യങ്ങളുണ്ട്. അപ്പൊ 700 ഇരട്ടിയായി അത് വർദ്ധിച്ചു. വല്ലാഹു യുദാഇഫു ലിമൻ യശാ. ചുരുങ്ങിയത് 700 ഇരട്ടി. പിന്നീട് വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇനിയും കണക്കില്ലാതെ വർദ്ധിപ്പിച്ചു കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വിശാലമായി നൽകുന്നവനാണ്. നിങ്ങൾ നൽകുമ്പോഴുള്ള നിങ്ങളുടെ ഹൃദയത്തിന്റെ സൂക്ഷ്മതയെക്കുറിച്ചും ആ ഹൃദയത്തിൽ എത്ര സന്തോഷത്തോടു കൂടി എത്ര ഇഖ്ലാസോടു കൂടിയാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമായി നൽകുന്നവനും അലീം എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുന്നതിന് നമ്മൾ ഒരിക്കലും മടിക്കേണ്ടതില്ല. വലിയ രൂപത്തിലുള്ള വർധനമാണ് നമുക്ക് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിസ്സദഖ ഫഇന്നൽ ബലാഅ ലാ യതഖത്താഹ. നിങ്ങൾ ദാനധർമ്മങ്ങളിൽ മത്സരിക്കുക, ഉത്സാഹം കാണിക്കുക, കാരണം അത് പരീക്ഷണങ്ങളെ തടയും. അതുപോലെ തന്നെ കുല്ലു മ്രിഇൻ ഫീ ളില്ലി സ്വദഖതിഹി യൗമൽ ഖിയാമ, ഓരോ മനുഷ്യനും അവൻ അനുഷ്ഠിക്കുന്ന ദാനധർമ്മങ്ങളുടെ തണലിലായിരിക്കും. അപ്പൊ ദാനധർമ്മം വർദ്ധിക്കുന്നതിനനുസരിച്ച് അന്ത്യദിനത്തിൽ അവന് ലഭിക്കുന്ന തണലിന്റെ തോതും വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എത്ര എത്ര ഹദീസുകളാണ്. അപ്പൊ നമുക്ക് പടച്ച റബ്ബ് നൽകിയതല്ലാത്ത ഒന്നും നമ്മളുടെ കയ്യിലില്ല. അതിൽ നിന്ന് അള്ളാഹു അവകാശികളാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ആ അവകാശം നൽകിയാൽ അതിലൂടെ വലിയ അനുഗ്രഹമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മുസ്ലിമാണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിൽ നിസാബെത്തിയ ധനമുണ്ട്, സ്വതന്ത്രനായ വ്യക്തിയാണ്, നിസാബെത്തിയ ധനം അവൻ ഉടമപ്പെടുത്തിയിട്ടുണ്ട്, അതവന്റെ ഉടമസ്ഥതയിൽ നിലനിൽക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്തിഖറാറുഹു ഫിൽ മിൽക്ക്, അത് അവൻ്റെതാണെന്ന് ഉറപ്പുള്ള ധനമാണ്. വഹാല അലൈഹിൽ ഹൗൽ, അതിനൊരു ഹിജ്റ വർഷക്കാലം ഹൗൽ പൂർത്തിയാകുകയും ചെയ്താൽ അതിന്റെ സകാത്ത് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലക്ക് ഒരാളുടെ കയ്യിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടാവും, സ്വർണം ഉണ്ടാവും, വെള്ളി ഉണ്ടാകും, കച്ചവട വസ്തുക്കൾ ഉണ്ടാകും. ഇതൊക്കെയാണ് ഒരാളുടെ കൈവശം ഉണ്ടാകുക. ഇനി കന്നുകാലികളോ കൃഷിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതും മനസ്സിലാക്കൽ എളുപ്പമാണ്. സകാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര കൊടുക്കേണ്ടത്, അത് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഏതൊരു ആരാധനയെക്കുറിച്ച് നമ്മൾ പ്രാഥമികമായി അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പഠിക്കാൻ ആയതുപോലെ സകാത്ത് അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന്, അത് കണക്ക് കൂട്ടാൻ, അതെങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നറിയാൻ അതും നമ്മൾ പഠിക്കണം. എളുപ്പമാണ്, അതിന് ഇത്ര വിഷമമൊന്നുമില്ല, ഇത്ര പ്രയാസമൊന്നുമില്ല. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിൽ നിസാബെത്തിയ ധനമുണ്ടായിരിക്കുകയും അതിനൊരു ഹിജ്റ വർഷക്കാലം പൂർത്തിയാകുകയും ചെയ്യുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാകും. അപ്പൊ അതില് സ്വർണമാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൈസ അലൈക ശൈഉൻ യഅനി ഫി الذهب حتى يكون لك 20 مثقالا. മറ്റൊരു റിപ്പോർട്ടിൽ 20 ദീനാറൻ, നിന്റെ കൈവശം 20 സ്വർണ്ണ നാണയം അല്ലെങ്കിൽ 20 മിസ്കാല് സ്വർണമുണ്ടെങ്കിൽ, അതിന്റെ തൂക്കമാണ് പഠിപ്പിക്കപ്പെട്ടത്. തൂക്കം സ്വർണമുണ്ട് എങ്കിൽ ആ സ്വർണത്തിൽ നിന്ന് 1/2 ദിനാറ് സക്കാത്തായി കൊടുക്കണം, അഥവാ 2.5%. ഫമാ സാദ ഫബിഹിസാബി ദാലിക, അത് എത്ര വർദ്ധിച്ചാലും അതിന്റെ തോതനുസരിച്ച്. ഈ 20 സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ അതിന്റെ തൂക്കം 20 മിസ്കാലാണ്. ഒരു മിസ്കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.25 ഗ്രാം. അപ്പൊ 20 ഗുണിക്കണം 4.25 ഗ്രാം
സമം 85 ഗ്രാം. 85 ഗ്രാമാണ് സ്വർണത്തിന്റെ നിസാബ്. 85 ഗ്രാമാണ് സ്വർണത്തിന്റെ നിസാബ്. അപ്പൊ അതുകൊണ്ട് ഈ സ്വർണത്തിന്റെ നിസാബ് എന്ന് പറയുന്ന 85 ഗ്രാം എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് 84 ഗ്രാമാണ് ഈ 1.5 പവൻ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നാട്ടിൽ ആളുകൾക്കൊക്കെ പവനിൽ പറയുമ്പോഴാണ് അവർക്ക് അറിയാം. അപ്പൊ ആ അർത്ഥത്തിൽ 84 ഗ്രാമാണ് 1.5 പവൻ എന്നതുകൊണ്ട് 1.5 പവൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം 85 ഗ്രാമാണ് സ്വർണത്തിന്റെ നിസാബ് എന്ന് പറയുന്നത്. ഇത് തനി തങ്കത്തിന്റെ നിസാബാണ്. അപ്പോ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ കൈവശം സ്വർണത്തിന് നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. നിസാബിൽ താഴെയുള്ള സ്വർണമാണ് ഒരാളുടെ കൈവശമുള്ളത് എങ്കിൽ അതിന്റെ സക്കാത്ത് അവർ കൊടുക്കേണ്ടതില്ല. മറിച്ച് അതിന്റെ മുകളിലുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ സക്കാത്ത് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണ് എങ്കിൽ അതിന് സക്കാത്തുണ്ടോ ചർച്ചയുള്ള വിഷയമാണ്. സ്വഹാബാക്കൾക്കിടയിൽ പോലും ആ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഉമർ ഇബ്നു അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരൊക്കെ അതിന് സക്കാത്ത് ബാധകമാണ് എന്നുള്ള അഭിപ്രായക്കാരാണ്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അതുപോലെ തന്നെ അസ്മാ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, അതുപോലെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ അതിന്റെ സക്കാത്ത് കൊടുക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ നൽകിയാൽ അത് സക്കാത്തിന് പകരമാകുമെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഹദീസുകൾ പരിശോധിക്കുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, മറ്റു ലോഹങ്ങൾ പോലെയല്ല സ്വർണത്തെയും വെള്ളിയെയും പരിഗണിച്ചിട്ടുള്ളത്. ഇരുമ്പ് പോലെ, ചെമ്പ് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുമുള്ള അത്തരം മറ്റു ലോഹങ്ങൾക്ക് സ്വർണത്തിന്റെയും വെള്ളിയെയും പരിഗണിക്കപ്പെട്ട പോലെയല്ല പരിഗണന നൽകിയിട്ടുള്ളത്. സ്വർണവും വെള്ളിയും നിസാബ് എത്തിയത് ഒരാളുടെ കൈവശമുണ്ട് എങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണമെന്ന് ആയത്തിൽ സ്പഷ്ടമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവായ തലത്തിൽ വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. അഥവാ സ്വർണവും വെള്ളിയും ഒക്കെ അതിന്റെ സക്കാത്ത് കൊടുക്കാതെ നിധിയായി കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാനാ പറഞ്ഞു. അപ്പൊ അത് അങ്ങേയറ്റത്തെ ഗൗരവമുള്ള വിഷയം. സ്വർണവും വെള്ളിയും അതിന്റെ സക്കാത്ത് കൊടുക്കാൻ ഉണ്ടായിട്ട് കൊടുക്കാത്തവർ, അത് സക്കാത്ത് കൊടുക്കാതെ നിധിയായി സൂക്ഷിക്കുന്നവർ എന്നുള്ള പരാമർശം വിശുദ്ധ ഖുർആനിൽ വന്നു. അപ്പൊ അതിൽ ഈ ഉപയോഗിക്കുന്ന ആഭരണം പെടുമോ പെടുകയില്ലയോ? സ്വർണത്തിനും വെള്ളിക്കും പൊതുവായി സക്കാത്ത് ബാധകമാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ അതിൽ പെടില്ല എന്ന് പറയാൻ പ്രത്യേകമായി എന്തെങ്കിലും തെളിവ് നമ്മളുടെ മുന്നിൽ വന്നിട്ടില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ലാ സകാത്ത ഫിൽ ഹുലി, അഥവാ ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല എന്ന് പറയുന്നതായ ഹദീസ് ഇമാം നവവി റഹിമഹുല്ലാഹ് അതിനെക്കുറിച്ച് പറഞ്ഞത്, അത് ഹദീസുൻ ലാ അസ്ല ലഹു, അടിസ്ഥാനരഹിതമായ ഹദീസാണത്. അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്നാണ്. ആ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നാൽ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് യമനിൽ നിന്നൊരു സ്ത്രീ, ആ സ്ത്രീയുടെ കൂടെ അവരുടെ കുട്ടിയുണ്ട്. അങ്ങനെ വഫി യദി ഇബ്നതിഹാ മസകതാനി ഗലീദതാനി മിൻ ദഹബ്, അവരുടെ കുട്ടിയുടെ കയ്യിൽ കട്ടിയുള്ള 2 വളകളുണ്ട്. മസകതാനി ഗലീദതാനി. അപ്പൊ ഈ 10 പവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പവന്റെ ഒരു വളന്നമാണെങ്കിൽ ഉണ്ടാക്കാലോ. അപ്പം ആ ഹദീസിൽ തന്നെ കട്ടിയുള്ള വളകൾ എന്നും പരാമർശം വന്നിട്ടുണ്ട്. 5 പവനും അതേപോലെ തന്നെ ആണെങ്കിൽ 6 പവനോ 7 പവനോ ഒക്കെ ഉള്ള വേറൊരു വള ഉണ്ടായിക്കൂടെ? അപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, വള എങ്ങനെ ഈ 10 പവനൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പിന്നെ സംശയം പറയാറുണ്ട്. ആ ഹദീസിൽ തന്നെ അതിന് മറുപടിയുണ്ട്. മസകതാനി ഗലീദതാനി മിൻ ദഹബ്, കട്ടിയുള്ള 2 വളകൾ ആ കുട്ടി ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയോട് ചോദിച്ചു, അതുഅദ്ദീന സകാത ഹാദാ, അതുഅതീന സകാത, അതിന്റെ സക്കാത്ത് നീ കൊടുക്കുന്നുണ്ടോ? അവർ പറഞ്ഞു ലാ, ഇല്ല കൊടുക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അയസുറുകി അയ്യുസവ്വിറകില്ലാഹു ബിഹിമാ സിവാറൈനി മിൻ നാർ, അതിന് പകരം നരകത്തിൽ നിന്നുള്ള 2 വളകൾ നിന്നെ അണിയിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ ആ സ്ത്രീ ആ 2 വളയും അഴിച്ചെടുത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ച് അത് അള്ളാഹിന്റെ മാർഗത്തിൽ ദാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹുമ ലില്ലാഹി വ റസൂലി, അത് അള്ളാഹുവിനും അവന്റെ റസൂലിനുമുള്ളതാണ്, ഞാനിതാ റബ്ബിന്റെ മാർഗത്തിൽ അത് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വള തന്നെ അവിടെ ഊരി വെച്ച സംഭവം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. അപ്പൊ ചില ആളുകൾ പറയും ഇമാം തിർമിദി ഈ ഹദീസിനെ കുറിച്ച് ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം അത് സ്ഥിരപ്പെട്ടിട്ടില്ല, ഈ ബാബിൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് ബാധകമാണ് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരൊറ്റ ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഇമാം തിർമിദി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതിനുള്ള മറുപടി എന്താ? ഇമാം തിർമിദി റഹിമഹുള്ള അദ്ദേഹം റാവിയാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്ത് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് സ്വഹീഹായ സനദിലൂടെ ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം അവിടെ അതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. ഇത് പല പണ്ഡിതന്മാരും പിൻകാലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് അത് സ്വഹീഹായ മാർഗത്തിലൂടെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന ഹദീസ് ലഭിച്ചത് ഇബ്നു ലുഹൈഅ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെയാണ്. അദ്ദേഹത്തിന് ലഭിച്ച സനദിൽ ഇബ്നു ലുഹൈഅയുണ്ട്. അദ്ദേഹം ദുർബലനായ വ്യക്തിയാണ്, ദഈഫായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അത് ദുർബല എന്ന് പറഞ്ഞത്. എന്നാൽ മറ്റുള്ള ഇമാമിങ്ങൾ ഇതേ ഹദീസ് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഹുസൈൻ അൽ മുഅല്ലിം എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ്. ആ സനദിൽ ഇബ്നുൽ ലുഹൈഅ ഇല്ല, അദ്ദേഹമാകട്ടെ വിശ്വസ്തനായ വ്യക്തിയാണ്. അപ്പോൾ ഹുസൈൻ അൽ മുഅല്ലിം വിശ്വസ്തനായ വ്യക്തിയാണ്, അത് സ്വഹീഹായ ഹദീസായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിഷ ബീവിയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ്. ഇങ്ങനെ അനവധി ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന ആഭരണത്തിനും നിസാബെത്തിയാൽ സക്കാത്ത് ബാധകമാണ് എന്ന് പറയുന്ന അഭിപ്രായമാണ് പ്രബലമായ അഭിപ്രായം എന്ന് മനസ്സിലാക്കാം. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ അഭിപ്രായം അതാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ല അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ആദ്യം അതിന് ബാധകമല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് പോവുകയും അവിടെ നിന്ന് അദ്ദേഹത്തിന് കൂടുതൽ തെളിവുകൾ ലഭിക്കുകയും ചെയ്തപ്പോൾ, നേരത്തെ പറഞ്ഞ ഹദീസ് അത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറി. മാത്രമല്ല, അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായതുകൊണ്ട് അദ്ദേഹം ഇസ്തിഖാറത്ത് നിസ്കരിച്ചു. ആണ് ഇമാം നവവി റഹിമഹുല്ല അൽ മജ്മൂഇൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. വസ്തഖാറ അല്ലാഹ ഫീഹി ശാഫിഈ വഖ്താറഹു. ഇമാം ഷാഫിഈ ആ വിഷയത്തിൽ ഇസ്തിഖാറത്ത് നമസ്കാരം നിസ്കരിച്ച ശേഷം അദ്ദേഹം തെരഞ്ഞെടുത്തത് സകാത്ത് ബാധകമാണ് എന്ന അഭിപ്രായമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലയിൽ നിന്നുള്ള ഒരു റിവായത്ത് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇമാം മാലിക് റഹിമഹുല്ലയുടെ മാലിക്കി മദ്ഹബിൽ നിർബന്ധമല്ല എന്ന അഭിപ്രായമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത്, ഒരാളും അതിന് ബാധകമല്ല, സക്കാത്ത് ഉപയോഗിക്കുന്ന ആഭരണത്തിന് ബാധകമാണ് എന്നൊരു ഇമാമിയങ്ങളും പറഞ്ഞിട്ടില്ല എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിലൊക്കെ ചില പ്രഭാഷണങ്ങളൊക്കെ വരുമ്പോൾ സക്കാത്ത് കൊടുത്തോണ്ടിരുന്ന ആളുകൾക്ക് തന്നെ തോന്നാണ് ഇനിയിപ്പോ സക്കാത്ത് കൊടുക്കണോ, ഇങ്ങനെ ഉണ്ടല്ലോ, അതല്ലേ കൂടുതൽ നല്ല അഭിപ്രായം. എന്നാൽ ഒരിക്കലും അല്ല, സക്കാത്ത് അതിന് നൽകണം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. നിസാബ് എത്തുന്നുണ്ട് എങ്കിൽ സക്കാത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ വെള്ളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 200 വെള്ളി നാണയം ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. 200 വെള്ളി നാണയം. 200 വെള്ളി നാണയം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളി നാണയത്തിന്റെ തൂക്കം 2.97 ഗ്രാം. 200 വെള്ളി നാണയം 595 ഗ്രാം ഉണ്ടാവും. 595. അപ്പൊ അത്രയും വെള്ളി ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഇനി ഒരാളുടെ കയ്യിൽ കറൻസി ആണെങ്കിൽ 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ കറൻസി ഒരാളുടെ കൈവശമുണ്ട് എങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഏകദേശം 40,000 ചില്ലാനം രൂപ എന്നർത്ഥം. അപ്പോൾ ഒരു വർഷക്കാലത്തേക്ക് തൻ്റെ കയ്യിൽ ബേസിക് ബാലൻസ് ആയി കറൻസിയായോ അല്ലെങ്കിൽ കച്ചവട വസ്തുവായോ 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ കറൻസി കൈവശമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് സക്കാത്ത് ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരാളുടെ സക്കാത്ത് കണക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കച്ചവട വസ്തുക്കൾക്കും സക്കാത്ത് ബാധകമാണ്. അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുഖ്രിജ സകാത മാ നുഇദ്ദുഹു ലിൽ ബൈഅ. കച്ചവടത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള അല്ലെങ്കിൽ കച്ചവട ആവശ്യത്തിനുള്ളതായ ചരക്കുകൾക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ വന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഖുദ് മിൻ അംവാലിഹിം, അവരുടെ ധനത്തിൽ നിന്ന്
സകാത്ത് സ്വീകരിക്കണം. സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ എന്ന വിശുദ്ധ ഖുർആനിലെ വചനത്തിൽ അവരുടെ ധനത്തിൽ സകാത്ത് ബാധകമാണ് എന്ന് പറഞ്ഞതിൽ കച്ചവട വസ്തുക്കളും പെടും എന്നുള്ളതിൽ ആർക്കും ആശങ്കയില്ല. ആർക്കും അത് പെടും എന്നുള്ളതിൽ അവിടെ നമുക്കൊരു ആശയക്കുഴപ്പമില്ല. എന്നാൽ ആ പറഞ്ഞ ധനത്തിൽ നിന്ന് കച്ചവട വസ്തുവിന് ബാധകമല്ല എന്ന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ കച്ചവട വസ്തുവിന് സക്കാത്ത് ബാധകമാണ്. അതുകൊണ്ടാണ് കറൻസി, സ്വർണം, വെള്ളി, കച്ചവട വസ്തുക്കൾ ഇവക്ക് 2.5% സക്കാത്ത് ബാധകമാകുന്നതായ ഇനങ്ങളാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരു വാർഷിക സക്കാത്ത് കണക്ക് കൂട്ടുന്ന തീയതി വേണം. സാധാരണ നിലക്ക് ആ തീയതി ആരംഭിക്കുക എന്നാണോ നിസാബ് കൈവശം വന്നത്, ആ നിസാബ് വന്ന അന്നാണ് നമ്മളുടെ ഹൗൽ ആരംഭിക്കുന്നത്. ഒരു ഹിജറ വർഷത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് അന്നാണ്. വലൈസ ഫീ മാലിൻ സകാത്തുൻ ഹത്താ യഹൂൽ അലൈഹിൽ ഹൗൽ. ഒരു ഹിജറ വർഷക്കാലം ഹൗൽ പൂർത്തിയാകാതെ ഒരു ധനത്തിൽ സകാത്ത് ബാധകമാകുകയില്ല എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹിജറ വർഷക്കാലം പൂർത്തിയാകുമ്പോഴാണ് സക്കാത്ത് ബാധകമാവും. അപ്പോൾ നിസാബ് കൈവശമുള്ള വ്യക്തിയുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ടെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ശമ്പളം വഴി കിട്ടുന്ന പണം അതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോണസ് വഴി കിട്ടുന്നത് വരുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ഹദിയയായി കിട്ടിയത് വരുന്നുണ്ട്. അനന്തരം വഴി കിട്ടിയത് വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും അദ്ദേഹത്തിന് ലഭിക്കുന്ന പണം ഈ ഒരു അക്കൗണ്ടിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരു ഹിജറ വർഷക്കാലം പൂർത്തിയാകുമ്പോൾ അയാൾ കണക്കാക്കണം. സാധാരണ നിലക്ക് സക്കാത്ത് റമദാനിലാണ് കൊടുത്തു വന്നിരുന്നത് എന്നുള്ള വ്യക്തിയോ ഇനി തുടർന്നും ആ സമയത്ത് തന്നെ കണക്ക് കൂട്ടുക. അപ്പൊ കണക്ക് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക? നമ്മളുടെ കൈവശം ആകെ എത്ര തുക ഉണ്ട്, എത്ര ക്യാഷ് ഉണ്ട്, അതേപോലെ ടോട്ടൽ ക്യാഷ് എത്ര ഉണ്ട്, അത് നമ്മൾ കണക്ക് കൂട്ടുക. നമ്മളുടെ കയ്യിൽ 10 പവൻ തികയുന്ന സ്വർണ്ണം ഉണ്ടോ, അല്ലെങ്കിൽ ഈ ക്യാഷും ആ സ്വർണവും ചേർത്ത് വെച്ചാൽ അത് 10 പവൻ എത്തുമോ എങ്കിൽ ആ സ്വർണ്ണം ഇതിൽ ഉൾപ്പെടുത്തും. അങ്ങനെ നമ്മൾ കണക്കാക്കി. വെള്ളിയുണ്ടോ, നിസാബെത്തുന്ന വെള്ളിയുണ്ടോ, അതും നമ്മൾ കണക്കാക്കി, അത് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തി. നമ്മളുടെ കൈവശം കച്ചവട വസ്തുക്കളുണ്ട്. ആ കച്ചവട വസ്തുക്കൾ ഉണ്ടെങ്കിൽ എത്രയാണ് കച്ചവട വസ്തുക്കൾക്ക് അതിൻ്റെ ഇപ്പോൾ കണക്ക് കൂട്ടുന്ന സമയത്ത് വില എത്രയാണ്, ആ വിലയും നമ്മൾ കണക്ക് കൂട്ടും. ടോട്ടൽ എത്രയാണ് നോക്കുക. ആ ടോട്ടലിന്റെ 2.5% സക്കാത്ത് കൊടുത്താൽ അൽഹംദുലില്ലാ ഖലാസ്. ഇനി അടുത്ത വർഷം നമുക്ക് ഇതേപോലെ നമ്മൾ സക്കാത്ത് കണക്ക് കൂട്ടിയാൽ മതി. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, കഴിഞ്ഞ മാസം കിട്ടിയ സാലറി ഇതിലുണ്ട്, അതിന്റെ മുന്നത്തെ മാസം കിട്ടിയതുണ്ട്, അതിന് ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല. നമ്മൾ ഓരോ സാലറിയും വേറെ വേറെ എടുത്തു വെക്കാറില്ലല്ലോ. നമ്മൾ പീടികയ്ക്ക് കുട്ടികളുടെ കയ്യിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തയക്കുമ്പോൾ ഇത് കഴിഞ്ഞ മാസം കിട്ടിയ സാലറിത്താണ്, ഇത് അതിന്റെ മുന്നത്തെ മാസത്തുനിന്ന് കിട്ടിയ സാലറിത്താണ് എന്ന് നമ്മൾ മാറ്റി വെക്കാറില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഓരോന്നിനും വേറെ വേറെ ഡേറ്റ് കണക്കാക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ ഓരോന്നും വേറെ വേറെ വെക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് അതിന് ഏതിനാണ് ഒരു വർഷം തികഞ്ഞത്, ഏതിനാണ് ഒരു വർഷം തികഞ്ഞത്, എത്ര തികഞ്ഞു എന്നുള്ളത് കണക്കാക്കി അതിന് 2% കൊടുക്കാൻ പറ്റുള്ളൂ. നിസാബ് കൈവശമുള്ള വ്യക്തിയാണെങ്കിൽ അയാളുടെ കയ്യിലേക്ക് പിന്നീട് വരുന്ന ഒരു 10 രൂപക്കാണെങ്കിൽ സക്കാത്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രായോഗികമായി എങ്ങനെ സക്കാത്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ? ഇയാളുടെ കയ്യിലേക്ക് വരുന്ന ഈ ധനം അതിനെ ഒരുമിച്ച് അതിന്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൽ ഒരു വർഷം തികഞ്ഞതിന് കൊടുക്കൽ നിർബന്ധമാണ്, ഒരു വർഷം തികയാത്തതിന് കൊടുക്കൽ ശറഇൽ അനുവദനീയവുമാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതി ഒരാൾ അവലംബിക്കുകയാണെങ്കിൽ ഒരിക്കലും സക്കാത്ത് വൈകുന്ന ഒരു സാഹചര്യം അയാൾക്ക് ഉണ്ടാവില്ല. ഒന്നുമില്ല, ഇപ്പൊ നമുക്ക് ഇന്നിപ്പോ സക്കാത്ത് കണക്കൂട്ടണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇരിക്കുക, ആകെ എത്ര ക്യാഷ് ഉണ്ട്, കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, പേഴ്സിൽ, അലമാറയിൽ ഉള്ള ക്യാഷൊക്കെ നമ്മൾ കണക്കാക്കി. അതേപോലെ തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ട് ടോട്ടൽ, ആ ക്യാഷ് നമ്മൾ കണക്കാക്കി. പിന്നെ നമുക്ക് ഉണ്ടാവും, നമുക്ക് കച്ചവട വസ്തുക്കൾ സ്റ്റോക്കായിട്ട്, കച്ചവട വസ്തുക്കളായിട്ട് ഇപ്പൊ നമ്മളെ പീഡിയന്റെ കണക്കൂട്ടുന്ന പീഡിയയിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ അതിന്റെ നമ്മൾ വാങ്ങിച്ച വിലയും അതിലേക്കുള്ള നമ്മളൊരു ആവറേജ്, നമ്മൾ വിൽക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് എത്ര നമ്മൾ ഈടാക്കുന്നത്, എത്ര ശതമാനമാണ്, അതും കൂട്ടിയിട്ട് അതിന്റെ വില നമ്മൾ ഇവിടെ ഇടുക. അതിൽ കെട്ടിക്കിടക്കുന്ന കച്ചവട വസ്തുക്കളാണെങ്കിൽ അവ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും പൈസ നിക്ഷേപിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടത്തിൽ നിക്ഷേപിച്ചതാണെങ്കിൽ അത് ഉൽപ്പന്നാധിഷ്ഠിതം, ഉൽപ്പന്നത്തിലാണ് നിക്ഷേപിച്ചതുണ്ടെങ്കിൽ ആ മൊത്തം സംഖ്യ നമ്മൾ കണക്കാക്കുക. ഇനി അതല്ല നമ്മളൊരു സേവനത്തിൽ, റെസ്റ്റോറന്റ് പോലെ, ഹോസ്പിറ്റൽ പോലെ സേവനം നൽകുന്നതിലാണ് നിശ്ചയിച്ചെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ക്യാഷിനാണ് സക്കാത്ത് ബാധകമാവുക. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മളുടേതായി പണം എത്ര ഉണ്ട് നമുക്ക് അറിയുമെങ്കിൽ അതിന്റെ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്കത് വേർതിരിച്ച് അസറ്റ് എത്ര
ക്യാഷ് എത്ര നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കൂലെങ്കിൽ പിന്നെ നിക്ഷേപിച്ചത് എത്ര എന്നുള്ള നമ്മൾ ടോട്ടൽ കൂട്ടേണ്ടി വരും. ഏതായാലും നമ്മൾ ഈ മൊത്തം എത്രയാണ് ഉള്ളത് അത് കണക്കാക്കി നിസാബ് എത്തുന്ന സ്വർണമുണ്ടെങ്കിൽ അത് സ്വർണം സ്വന്തമായോ അല്ലെങ്കിൽ കൈവശമുള്ള ധനവും ആ സ്വർണം ചേർത്ത് വെച്ചാൽ 10 മുകളിൽ പോകുന്നുണ്ടെങ്കിൽ അപ്രകാരം അതിൻ്റെ നിസാബ് എത്തുന്ന സ്വർണമുണ്ടെങ്കിൽ അതിൻ്റെ ആ സമയത്തെ വില എത്രയാണോ അതും നമ്മളുടെ കണക്കിൽ ഉൾപ്പെടുത്തും. അതേപോലെ വെള്ളി ഉണ്ടെങ്കിൽ നിസാബ് എത്തുന്നതാണെങ്കിൽ അതും നമ്മൾ ഉൾപ്പെടുത്തും. കൈവശം വേറെ എന്തെങ്കിലും വിൽക്കാൻ വെച്ച കച്ചവട വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വില നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക, ആ സമയത്തെ വില. എന്നിട്ട് നമ്മൾ ടോട്ടൽ എത്രയാണോ അതിന്റെ 2.5% കൊടുത്താൽ അൽഹംദുലില്ലാഹ് ഈ വർഷത്തെ സക്കാത്ത്. ഇനി അടുത്ത കൊല്ലം വരുമ്പോൾ ഇതേപോലെ കണക്കാക്കിയാൽ മതി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് എന്തുണ്ടാവും? വീടുണ്ടാവും, ഭൂമി ഉണ്ടാവും, സ്ഥലം ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. ഇവ കച്ചവടത്തിനുള്ളതാണെങ്കിൽ അത് വിറ്റ് അതിൽ നിന്ന് പണം വരുമാനമാക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അത് കച്ചവട വസ്തുവാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഉൾപ്പെടുത്തണം. എന്നാൽ നമ്മൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്ത നമ്മളുടെ കൈവശമുള്ള നമ്മളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്താണ് എന്നതുകൊണ്ട് അതിന് സക്കാത്ത് ബാധകമാവുന്നില്ല. എന്നാൽ നമ്മൾ കൃഷിയോഗ്യമായ ഭൂമിയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കണം. ആ സ്ഥലങ്ങൾ അനാവശ്യമായി തരിശാക്കി നഷ്ടപ്പെടുത്തി കളയുന്നത് അല്ലെങ്കിൽ കൃഷി ചെയ്യാതെ നശിപ്പിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ശറയിൽ പടച്ചോൻ്റെ അടുത്ത് നമ്മൾ ഉത്തരം പറയേണ്ട കാര്യമാണ്. അപ്പൊ അതേപോലെയുള്ള സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിലുണ്ടാവുക എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത പണം ഉണ്ടാവും, കടമായി നൽകിയ പണം, അത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ വരൂല, കണക്കിൽ വരൂല. എപ്പോഴാണോ തിരിച്ചു വരുന്നത് അപ്പോൾ അത് കണക്ക് കയറും ചെയ്യും. കാരണം ഇതിങ്ങനെ എല്ലാ കൊല്ലം വരുന്നതാണല്ലോ സക്കാത്ത്. ആ പണം നമ്മളുടെ കയ്യിൽ നിന്ന് പോയപ്പോൾ മറ്റേതോ ഒരു വ്യക്തിയുടെ കയ്യിൽ ആ പണം എത്തിയിട്ടുണ്ടാവും. അയാൾ ആ പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ആ പണം പോയിട്ടുണ്ടാവും. എവിടേക്കാണോ ആ പണം പോയത് അതിൻ്റെ കൂടെ അതിൻ്റെ സക്കാത്തും പോകും. അത്രയേ ഉള്ളൂ. ഇനി അതിന് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട് എന്തുകൊണ്ടാണ് അതിന് സക്കാത്ത് ബാധകമാകാത്തത് എന്ന്. കാരണം ഞാൻ മറ്റൊരാൾക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. കടം വാങ്ങുക എന്നുള്ളത് നിരുത്സാഹപ്പെടുത്തപ്പെട്ട കാര്യമാണ്. വളരെ അനിവാര്യം ഉണ്ടെങ്കിൽ മാത്രം കടം വാങ്ങിയാൽ മതി. പക്ഷെ കടം കൊടുക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്, ഒരു പുണ്യകാര്യമാണ്. അപ്പൊ ഞാൻ കൊടുക്കും ചെയ്യുക, പിന്നെ അതിന്റെ സക്കാത്ത് ഞാൻ കൊടുക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ മറ്റൊരാൾക്ക് കടം നൽകിയാൽ ആ കൊടുത്ത പൈസന്റെ മുകളിൽ എനിക്ക് യാതൊരു അർത്ഥത്തിലുള്ള ഉടമസ്ഥതയില്ല. ശരിയാണ്, എനിക്ക് അയാളിൽ നിന്ന് അയാൾ എനിക്ക് തിരിച്ചു തരാനുള്ള ബാധ്യത അയാൾക്കുണ്ട്. പക്ഷേ ആ പണം, ഞാനിപ്പോൾ അയാൾക്ക് കൊടുത്ത പണം അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് ദാനം ചെയ്യാം, അയാൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാം, അയാൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. കാരണം അയാൾക്ക് അത് പരിപൂർണമായി അയാളുടെ ഉടമസ്ഥതയിലേക്ക് ആ പണം എത്തിക്കഴിഞ്ഞു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അനുവാദമില്ലാതെ ആ പൈസ തൊടാൻ പറ്റില്ല. മറിച്ച് എന്നോട് പറഞ്ഞ സമയം എത്തുമ്പോൾ അയാൾ ആ കടം തിരിച്ചു തരാൻ അയാൾ ബാധ്യസ്ഥനാണ്. പക്ഷെ ആ കൊടുത്ത ക്യാഷ് അയാളുടേതായി മാറി, ആ ബാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ധനത്തിൽ തസറുഫ്, എനിക്ക് ക്രയവിക്രയം ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായത് കൊണ്ട് തന്നെ എനിക്ക് അതിൽ സക്കാത്ത് ബാധകാവൂല. ഇനി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വ്യക്തി അയാൾ ഒന്നും ചെയ്യാതെ ആ പൈസ അയാളുടെ കയ്യിൽ വെക്കുന്നുണ്ടെങ്കിൽ, ഒരു കൊല്ലം തികയുമ്പോൾ നിസാബെത്തുന്ന ധനം ഉണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് ബാധകാവും. ആരുടെ കയ്യിലാണോ ആ പണം ഉള്ളത് അയാൾക്ക് സക്കാത്ത് ബാധകാവും. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് കടം വീട്ടാനുണ്ടെങ്കിൽ സക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയം എത്തുന്നതിന് മുന്നേ നമ്മളുടെ കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കുക. എന്നാൽ നമ്മളോട് സക്കാത്ത് കണക്ക് കൂട്ടുമ്പോൾ ആ തുകക്ക് കൊടുക്കണ്ട, പക്ഷെ നമ്മളെ കയ്യിൽ വെച്ചിരിക്കുന്നതിന് നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പൊ അതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി കുറിയോ മറ്റോ നമ്മൾ ചേർന്നിട്ടുള്ളതാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. നമ്മൾ കടം കൊടുക്കുകയാണ്, നമുക്ക് കുറി കിട്ടി പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സക്കാത്ത് കൊടുക്കണം. എത്ര ആണെങ്കിലും ഒരു വർഷത്തെ കഴിയുമ്പോൾ നമ്മൾ അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഇനി നമ്മൾ ആ കുറിന്റെ പൈസ വേറെ കണക്കാക്കുന്നില്ല, നമ്മളുടെ എല്ലാ പൈസയും കൂടെയാണ് ആ പൈസ ഉൾപ്പെടുത്തിയത് എങ്കിൽ, ഒരേ അക്കൗണ്ടിൽ തന്നെ നമ്മൾ നിക്ഷേപിച്ചത് എങ്കിൽ, സ്വാഭാവികമായിട്ടും ടോട്ടൽ പൈസന്റെ കാൽക്കുലേഷന്റെ കൂടെ ആ പൈസന്റെയും സക്കാത്ത് നമ്മൾ കണക്ക് കൂട്ടേണ്ടി വരും. അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ അടച്ചോണ്ടിരിക്കുന്ന പൈസ നമ്മൾ അതിലേക്ക് അടച്ചു, നമുക്ക് അത് കിട്ടിയിട്ടില്ല, കിട്ടുന്നവരെ നമുക്കതിൽ ബാധകമാവില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കണക്കിലേക്ക് അത് വരും. അപ്പോൾ വളരെ എളുപ്പമാണ് സക്കാത്ത് കണക്ക് കൂട്ടാൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഈ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഒരു കുറഞ്ഞ സമയം, നമുക്ക് ഇവിടെ ഇശാ ബാങ്ക് ഇപ്പോൾ ഏകദേശം ഇശാ ബാങ്ക് വിളിക്കാൻ
14 മിനിറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിന് കുറച്ച് സമയം എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സമയം കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇൻഷാ അള്ളാ ചോദിക്കുക. ഇതുവരെ വന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇൻഷാ അള്ളാ. അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഏതായാലും സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ഇൻഷാ അള്ളാ. പിന്നെ ഫിഖ്ഹു സുന്ന എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയാൽ അതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ അത് ഇൻഷാ അള്ളാ ഉപകരിക്കും. ചോദ്യം എനിക്ക് ഫുള്ളായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഒന്ന്, ചെറിയ മക്കളുടെ ഗോൾഡ് കൂടി ഉൾപ്പെടുത്തണ്ടേ? ചെറിയ മക്കളുടെ ഗോൾഡ്, ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഉടമസ്ഥത ഉണ്ടല്ലോ, നമ്മൾ അവർക്ക് നൽകി കഴിഞ്ഞാൽ അവരുടേതാണ്. അതിൽ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള അനുവാദം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ വീട്ടിലുള്ള എല്ലാവരുടെയും ഗോൾഡ് കൂട്ടിയിട്ട് നിസാബ് എത്തിക്കേണ്ട ആവശ്യമില്ല. ഉമ്മന്റെ സ്വർണം ഉമ്മന്റെ സ്വർണം, മക്കളുടെ സ്വർണം മക്കളുടെ സ്വർണം എന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പൊ അത് എല്ലാം കൂടെ കൂട്ടേണ്ടതില്ല. എന്നാൽ കുട്ടികൾ ധരിക്കുന്നത് നിസാബ് എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ടാവും. ഓക്കെ, കാരണം അവരുടെ രക്ഷാകർത്താക്കൾ നമ്മളാണ്. മുദ്ദ് കൊടുക്കാനുള്ള ഒരാൾക്ക് അത് റമദാൻ കിറ്റായിട്ട് കൊടുക്കാമോ? ഇതാണ് മറ്റൊരു ചോദ്യം. ആ മുദ്ദ് കൊടുക്കാനുള്ള ആൾക്ക് അത് റമദാൻ കിറ്റായിട്ട് കൊടുക്കാം. പക്ഷേ അത് അർഹരായ പാവപ്പെട്ട ആൾക്കാർക്കായിരിക്കണം കൊടുക്കേണ്ടത്. സക്കാത്തിന്റെ അവകാശികളെ പോലെ പാവപ്പെട്ടവരായ ആളുകളാണെങ്കിൽ, അതാണ് സക്കാത്തിന്റെ അവകാശികളായ ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ അവർക്കായിരിക്കണം നൽകപ്പെടേണ്ടത്. വല്ലാഹു തആല അലം. അത് ഏറ്റവും നല്ലത് റമദാനിൽ കൊടുക്കുന്നതാണ്. മുദ്ദ് കൊടുക്കുന്നത് റമദാനിൽ കൊടുക്കുന്നതാണ് ഏറ്റവും അഫ്ളൽ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പ്രായം ചെന്നപ്പോൾ അദ്ദേഹം റമദാനിൽ ഭക്ഷണം പാവപ്പെട്ടവർക്ക് നൽകാറുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ഓർണമെന്റ്സിന് ഇപ്പോൾ ഉള്ള ഗോൾഡ് വാല്യൂ കൊടുക്കണോ? നമ്മൾ വിൽക്കുമ്പോൾ എമൗണ്ട് കുറയുമല്ലോ. ഓർണമെന്റ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആദ്യത്തെ ഓർണമെന്റ് എന്നുള്ള വാല്യൂ കണക്കാക്കണ്ട, അത് ജ്വല്ലറിക്കാരൻ കണക്കാക്കിയാൽ മതി. ജ്വല്ലറിക്കാരൻ്റെ സക്കാത്ത് കണക്കാക്കുമ്പോൾ ആഭരണത്തിന്റെ വിലയാണ് കണക്കാക്കേണ്ടത്, അല്ലാതെ ഗോൾഡിന്റെ തൂക്കത്തിന്റെ വില അല്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് കച്ചവട വസ്തുക്കളാണ്. ആ കച്ചവട വസ്തുക്കൾക്ക് ഒരു വാല്യൂ ഉണ്ട്. അത് സാധാരണ സ്വർണത്തിന്റെ വിലയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് അതിലുള്ളത്. നേരെ മറിച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ എത്രയാണ് സ്വർണത്തിന്റെ തൂക്കം, അതിനനുസരിച്ചിട്ടാണ് അതിൽ കണക്കാക്കേണ്ടത്. അടുത്ത ചോദ്യം മെസ്സേജ് വരുന്നുണ്ട്. 22 ക്യാരറ്റ്, 24 ക്യാരറ്റ്, അതുപോലെ തന്നെ 18 ക്യാരറ്റ് ഒക്കെ സ്വർണത്തിന് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടോ? നിസാബ് കണക്കാക്കുന്നതിൽ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അതെങ്ങനെ കണക്കാക്കേണ്ടതെന്നുള്ളത്. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ ഫിഖ്ഹു സുന്നയിൽ പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ, നിസാബ് 85 ഗ്രാം അല്ലേ? അപ്പോൾ നമ്മളിപ്പം 24 ക്യാരറ്റ് ആണെങ്കിൽ, തനി തങ്കം 24 ക്യാരറ്റ് ആണെങ്കിൽ 85 ഹരിക്കണം 24 ഇൻറ്റു 24. അപ്പൊ സമയം എത്ര കിട്ടുക? 85 കിട്ടും. അപ്പൊ 85 ഗ്രാമാണ് തനി തങ്കത്തിന്റെ 24 ക്യാരറ്റ് ആണെങ്കിൽ. അത് 22 ക്യാരറ്റ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ കണക്കാക്കുക? 85 ഗ്രാം ഹരിക്കണം 22 ഇൻറ്റു 24. അതാണ് 22 ക്യാരറ്റിന്റെ നിസാബ്. അത് 92.7 ഗ്രാം സ്വർണ്ണം ഉണ്ടെങ്കിൽ 22 ക്യാരറ്റ് ആണെങ്കിൽ. അത് 21 ക്യാരറ്റ് ആണെങ്കിൽ 97.1 ഗ്രാം എത്തണം നിസാബ് ആണെങ്കിൽ. അത് 18 ക്യാരറ്റ് ആണെങ്കിൽ 113.3. അപ്പൊ നമുക്ക് കണക്ക് കണ്ടെത്തൽ എങ്ങനെ, എത്ര ക്യാരറ്റാന്നുള്ളത്? ഇപ്പൊ 85 നിസാബ്. 85 ഹരിക്കണം എത്രയാണോ നിങ്ങളുടെ സ്വർണത്തിന്റെ ക്യാരറ്റ്. 18 ആണെങ്കിൽ 18, 24 ആണെങ്കിൽ 24. അപ്പൊ 18 ആണെങ്കിൽ ഇപ്പൊ നമ്മൾ 85 8 5 ഹരിക്കണം 18 ഗുണിക്കണം 24. അപ്പൊ കിട്ടുന്നതാണ് നിങ്ങൾക്ക് അതിന്റെ ഗ്രാം എന്നർത്ഥം. ഓക്കെ, അത് ഫിഖ്ഹു സുന്നന്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അതിൽ എങ്ങനെയാണ് കണക്ക് കൂട്ടൽ എന്നുള്ള അതിൽ നിങ്ങൾക്ക് ലഭിക്കും.
അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ഗോൾഡ് മോൾക്ക് കൊടുക്കാൻ നിയ്യത്ത് വെച്ചാൽ സക്കാത്ത് കൊടുക്കണം. അതിൽ നമ്മൾ മനസ്സിലാക്കണം എന്താ അറിയോ, നമ്മൾ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ ഒരാൾ അങ്ങനെ ആരും പൊതുവിൽ ചെയ്യൂല. ഇപ്പോൾ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ സക്കാത്തിന് കൊടുത്താൽ ഇതങ്ങോട്ട് നഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു. സക്കാത്തിന് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ബാക്കിയാവുന്നതാണ്. ദുനിയാവിലും പടച്ചോൻ വർദ്ധിപ്പിച്ചു തരും, ആഖിറത്തിലും വർദ്ധിപ്പിച്ചു തരും. പടച്ചോന്റെ ഗ്യാരണ്ടിയാണ് ഒന്ന്. അപ്പൊ ഈ സക്കാത്ത് നമ്മൾ നൽകുന്നത് അതിൽ എപ്പോഴും എന്താ പറയുക, നമ്മൾ ഈ വിഷയത്തെ അല്ലെങ്കിൽ സക്കാത്ത് എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് നൽകണം എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ അതിനെ നോക്കി കാണേണ്ടത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, നമ്മൾ കൈകൊണ്ട് നൽകുന്നതിന് മുൻപ് ഹൃദയം കൊണ്ട് നൽകാൻ സാധിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹം കിട്ടും. അപ്പൊ പൊതുവിൽ അൽഹംദുലില്ലാഹ് എൻ്റെ അനുഭവത്തിൽ ഇപ്പം ഇവിടെ ചോദിക്കുന്നവരാണെങ്കിൽ അവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നവരാണ്. എൻ്റെ അനുഭവത്തിൽ ഇത്രയും കാലം സക്കാത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ അധികം ആളുകളും, അല്ലെങ്കിൽ ഒരു 99.9 പറയും, ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി എല്ലാവരും ഇനിയിപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലും അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുക. പക്ഷെ ഒക്കെ എല്ലാവരും സക്കാത്ത് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നവരാണ്. അപ്പൊ അതിൽ നമ്മൾ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരുടേതായിട്ടുണ്ടെങ്കിൽ, മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മക്കൾക്കാക്കി അത് അവർക്ക് എന്നുള്ള രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തതാണെങ്കിൽ അത് നിസാബ് എത്തുന്നില്ലെങ്കിൽ അതിന് സക്കാത്ത് ഉണ്ടാവില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് മക്കൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അത് കൊടുക്കുമ്പോഴേ അവരിതാവുള്ളൂ. കൊടുക്കണം എന്ന് വിചാരിച്ചു എന്നതുകൊണ്ട് നമുക്ക് സക്കാത്തുനിന്ന് അത് നമ്മളുടെ നിസാബിന്ന് അത് കുറയൂല. ഗോൾഡിന് ഗോൾഡ് തന്നെ സക്കാത്ത് കൊടുക്കണം. ഗോൾഡിന് ഗോൾഡ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ആ ഗോൾഡിന്റെ വില, ആ വില കണക്കാക്കിയിട്ട് അതിന്റെ 2.5% അങ്ങനെയും കൊടുക്കാം. 2 രൂപത്തിലും കൊടുക്കാം. ഗോൾഡിന് ഗോൾഡ് തന്നെ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമല്ല. മോൾക്ക് ഞാൻ കൊടുത്ത ഗോൾഡിന് സക്കാത്ത് കൊടുക്കുന്നില്ല, അപ്പോൾ ഞാൻ കുറ്റക്കാരിയാണോ? മോള് പ്രായപൂർത്തി എത്തി, സ്വന്തം കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനൊക്കെയുള്ള പ്രാപ്തിയുണ്ട്. നിങ്ങൾ കൊടുത്ത ഗോൾഡ് മോളോട് നിങ്ങൾ അവിടെ മോളെ ഉപദേശിക്കാനും അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. പക്ഷെ അവർ കേൾക്കുന്നില്ല, സക്കാത്ത് മോള് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കുറ്റക്കാരിയാവില്ല. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെ പാപം, ഒരാളുടെ കുറ്റം മറ്റൊരാൾ വഹിക്കുകയില്ല. എന്നാൽ അതേ സ്ഥാനത്ത് അവരോട് മകൾ എന്നുള്ള അർത്ഥത്തിൽ ഉപദേശിക്കാനും അവരോട് നല്ല രൂപത്തിൽ അത് പറഞ്ഞു കൊടുക്കാനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നർത്ഥം. പണയം വെച്ചിരിക്കുന്ന ഗോൾഡിന് സക്കാത്ത് വേണം. പണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഗോൾഡ് പണയം വെക്കരുത്. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. വൻപാപങ്ങളിൽ ഒന്നാണ്, സബഉൽ മൂബിഖാത്തിൽ ഒന്നാണ് പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്വർണം വിൽക്കുക, നിങ്ങളുടെ ആവശ്യം നിറവേറ്റുക. പിന്നെ പടച്ചോൻ തൗഫീഖ് ചെയ്താൽ നിങ്ങൾ സ്വർണം വാങ്ങുക. മാത്രമല്ല പടച്ചോനോട് പ്രാർത്ഥിക്കും ചെയ്യുക, അള്ളാഹുവേ, ഇത് പല ആൾക്കാരും ഇങ്ങനെ പ്രയാസം വരുമ്പോൾ പോയിട്ട് ഈ സ്വർണം പണയം വെച്ച് പലിശക്കെടുത്ത് ചെയ്യുക. അത് ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്, റബ്ബേ ഞാൻ ഈ സ്വർണം വിറ്റിട്ട് ഇത് ചെയ്ത്, പടച്ച റബ്ബേ, നീ എനിക്ക് എൻ്റെ പ്രയാസങ്ങൾ നീക്കി തരികയും ഇതിലും ഖൈർ നീ എനിക്ക് നൽകുകയും ചെയ്യണമെന്ന് പടച്ചോൻ തരും. അതിനേക്കാൾ എത്രയോ വലുത് തരും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പലിശക്ക് പോകരുത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സ്വർണം, നമ്മുടെ കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, പടച്ചോൻ തന്നൊരു ഖൈറാണല്ലോ, ആ സ്വർണം വിൽക്കുക, നമ്മളെ ആവശ്യം നിറവേറ്റുക, പിന്നെ പടച്ചോൻ തൗഫീഖ് ചെയ്താൽ സ്വർണം വാങ്ങിക്കുക. ഇനി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ പണയം വെച്ചിരിക്കുന്ന ഗോൾഡ് അത് സെക്യൂരിറ്റി. ഈ പണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റിയാണ്. നമ്മളെ നാട്ടിലെ സാധാരണ ഗോൾഡ് ലോൺ, ഗോൾഡ് പണയം എന്നൊക്കെ പറയുന്നത്, അതായത് പലിശക്ക് പണം വാങ്ങിക്കുമ്പോൾ അതിന് സെക്യൂരിറ്റി ആയിട്ട് ഗോൾഡ് വെക്കുക, അതാണ് ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത്. അപ്പം അതെന്തല്ല, നമുക്ക് അനുവദനീയല്ല. ഇനി നമ്മളുടെ സഹോദരന്മാർ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ അവരെടുത്തൊക്കെ ചെന്നിട്ട് നമുക്ക് പറയാം, എൻ്റെ അടുത്ത് ഗോൾഡ് ഉണ്ട്, ഈ ഗോൾഡ് ഞാൻ നിങ്ങളെ കയ്യിൽ വെക്കുക സെക്യൂരിറ്റി ആയിട്ട്, എനിക്ക് കുറച്ച് പൈസ കടം തരുമെന്ന് നമുക്ക് ചോദിക്കാം. അത് നമുക്ക് പറ്റും. പലിശ ഇല്ലാത്ത കടം, പലിശയുള്ള കടം നമുക്ക് അനുവദനീയല്ല. ഇനി അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ഗോൾഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഗോൾഡ് സാധാരണ അവർക്ക് അത് ഉപയോഗിക്കാനോ ഇത് ചെയ്യാനോ അവർക്ക് പറ്റുകയില്ലല്ലോ, കടത്തിന് സെക്യൂരിറ്റി വെച്ചതാണെങ്കിൽ. അപ്പൊ അതിന്റെ സക്കാത്ത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, കാരണം അവർക്കത് ഉപയോഗിക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ സക്കാത്ത് കൊടുക്കാൻ ആരുടേതാണോ അതിന്റെ ഉടമസ്ഥർ അവർ ബാധ്യസ്ഥരാണ്. പിന്നെ ചോദിച്ചത്, ഉപയോഗിക്കുന്ന 10 പവന് സക്കാത്ത് കൊടുക്കണോ? നമ്മൾ ക്ലാസ്സിൽ വിശദമായി വിശദീകരിച്ചു. ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് ബാധകമാണോ
എന്നുള്ള പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്. പ്രബലമായ അഭിപ്രായം ബാധകമാണ് എന്നുള്ളതാണ്. ഒന്ന് നൽകുന്നതുകൊണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സക്കാത്ത് നമ്മൾ മനസ്സറിഞ്ഞ് കൊടുത്ത് പടച്ചോ തരികയുള്ളൂ. രണ്ടാമത്തെ, നമ്മളെ ധനം സമ്പത്തൊക്കെ നമുക്ക് വർദ്ധിക്കുകയുള്ളൂ. പടച്ചോ ഒരു തരുന്ന അനുഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മൾ നൽകുന്നത് കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന മുസീബത്തുകൾ തടയപ്പെടുകയുള്ളൂ. അപ്പം നമുക്ക് ഈ ധനം എന്ന് പറഞ്ഞാൽ ധനമായിട്ട് തന്നെ ആയിക്കൊള്ളണമെന്നില്ല കിട്ടുന്നത്. ചിലപ്പോൾ ആരോഗ്യമായിട്ടായിരിക്കും, ചിലപ്പോൾ മറ്റ് അനുഗ്രഹങ്ങളായിട്ടായിരിക്കും. അല്ലാഹു ആലം. ഏതായാലും നമ്മൾ ഉപയോഗിക്കുന്ന 1.5 പവൻ കഴിച്ചിട്ടല്ല, നമ്മളുടെ കൈവശം 85 ഗ്രാം, അതായത് ഏകദേശം 1.5 പവൻ സ്വർണം ഉണ്ടെങ്കിൽ മൊത്തം എത്ര സ്വർണം ഉണ്ടോ മൊത്തം സ്വർണത്തിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ കയ്യിൽ ഉള്ള ഗോൾഡ് ഫുൾ തങ്കം അല്ലല്ലോ, അതിൽ ചെമ്പ് കൂടുന്നുണ്ടല്ലോ. അതിനാണ് നമ്മൾ ചെമ്പ് കൂടുന്നതിന്റെ തോതനുസരിച്ചിട്ട് ഇത്ര ക്യാരറ്റ് എന്ന് പറയാം. ഓരോ ക്യാരറ്റും അനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് എത്രയെന്ന് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഗോൾഡിന്റെ നിസാബ് എത്ര എന്നുള്ളത് കണക്കാക്കുക. 85 ഗ്രാം ഹരിക്കണം നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡിന്റെ ക്യാരറ്റ് എത്രയാണോ, 18 ആണെങ്കിൽ 18. ഇപ്പൊ 85 ഹരിക്കണം 18 ഗുണിക്കണം 24. അപ്പൊ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡിന്റെ നിസാബ് എത്ര. അത്രയും ഗ്രാം ഗോൾഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മൊത്തം ഗോൾഡിന്റെ 2.5% സക്കാത്തായിട്ട് നിങ്ങൾ കൊടുക്കണം. അല്ലാഹു ആലം. അതിനാൽ ഞാൻ കൊടുത്താൽ ശരിയാകുമോ? അല്ലാഹു ആലം. അറിയില്ല, അത് ഏത് ക്വസ്റ്റ്യന്റെ ബാക്കിയാണ്. സ്വർണം മൊത്തം തൂക്കിയിട്ട് അല്ലേ സക്കാത്ത് കൊടുക്കുക? അതിൽ ഇത്ര പവനിന് ഇത്ര എന്ന് കണക്കില്ലല്ലോ. അതായത് ഇത്ര പവനിന് ഇത്ര എന്നല്ല, മൊത്തം സ്വർണം എത്രയാണോ അതിന്റെ 2.5%. അപ്പൊ ആ സ്വർണത്തിന്റെ മാർക്കറ്റ് വില എത്രയാണ്, മറ്റത് നിസാബ് കണക്കാക്കാൻ. എനിക്ക് സക്കാത്ത് ബാധകമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 10.5 പവനും അതിൻ്റെയൊക്കെ വിഷയം. അതിന്റെ മുകളിലുള്ള സ്വർണ്ണം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ടോട്ടൽ എത്ര സ്വർണ്ണം ഉണ്ട് അതിന്റെ 2.5% കൊടുക്കണം. അത് നമുക്ക് ഗ്രാം കണക്കാക്കാം. ഉദാഹരണത്തിന് ഒരാളെ കയ്യിൽ, ഇപ്പൊ ഒരാൾ പറയണം, ഉദാഹരണത്തിന് ഒരാളെ കയ്യിൽ ഒരു 50 പവൻ ഉണ്ട് എന്ന് വിചാരിക്കുക. എങ്ങനെ നമ്മൾ കാണുക? എല്ലാവരും എഴുതി വെച്ചോളൂ. 50 പവൻ സ്വർണ്ണം ഒരാളുടെ കയ്യിലുണ്ട്. 50 ഗുണിക്കണം 8. അപ്പോൾ 50 പവൻ എന്ന് പറഞ്ഞാൽ 400 ഗ്രാം സ്വർണ്ണം ഉണ്ട്. ആ 400 ഗ്രാമിനെ ഹരിക്കണം 40. അപ്പൊ 10 ഗ്രാം ആണ് അവർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. ഒരാളെ കയ്യിൽ 50 പവൻ സ്വർണ്ണം ഉണ്ട്. അപ്പൊ 50, ഒരു പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാം ആണ്. അപ്പൊ 50 ഗുണിക്കണം 8 എത്രയായി? 400 ഗ്രാം സ്വർണം. എന്നിട്ട് അതിന്റെ 2.5 കാണണമെങ്കിൽ, ഏതൊരു സംഖ്യയുടെയും 2.5 കാണണമെങ്കിൽ 40 കൊണ്ട് ഹരിച്ചാൽ മതി. 40. അപ്പൊ 400 ഹരിക്കണം 40 അഥവാ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഗ്രാം സ്വർണമാണ് അവർക്ക് സക്കാത്ത് ബാധകമാവുക. 10 ഗ്രാമിന് എത്രയാണ് വില നോക്കുക, അത് അവരെന്ത് ചെയ്യുക? സക്കാത്ത് കൊടുക്കുക. ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് ഉണ്ടോ? ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയിൽ അധിഷ്ഠിതമായ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പാടില്ല. പലിശ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിങ്ങൾ പൈസ വലിച്ചാൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല, അവരുടെ അടുത്ത് ഉണ്ടാവുക. അപ്പൊ നിങ്ങളെ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ ക്യാഷ് സക്കാത്ത് ബാധകമാവുന്ന അവസ്ഥയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഗോൾഡ് ബിസിനസ്സിന് ഷെയർ കൊടുത്താൽ സക്കാത്ത് നമ്മളാണോ കൊടുക്കേണ്ടത്? ഗോൾഡ് ബിസിനസ്സിന് ഷെയർ കൊടുക്കുന്നത് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, നാട്ടിൽ പല സ്കീമുകളാണ്. അപ്പൊ അതിൽ ഷറഈയായ നിലക്ക് തന്നെയാണ് ഇവർ ഗോൾഡ് കച്ചവടം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കൽ അനിവാര്യമാണ്. ഗോൾഡ് ബിസിനസ്സിൽ അധികവും അവിടുത്തെ ചരക്കിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവുക. അസറ്റിലേക്കല്ല, ചരക്കിലേക്കാണ്. അപ്പൊ എത്രയാണോ ടോട്ടൽ കൊടുത്ത എമൗണ്ട് അത് നമ്മൾ സക്കാത്ത് കണക്കാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു ആലം. മോള് സക്കാത്ത് കൊടുക്കുന്നില്ല, ഞാൻ അതിന്റെ സക്കാത്ത് കൊടുത്താൽ മതിയോ? ഇപ്പോ മകളുടെ സക്കാത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നൽകാം, മകളുടെ അറിവോടുകൂടി. മകൾ അത് ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ അതിന്റെ പ്രതിഫലം മകൾക്ക് കിട്ടില്ല, അതിന്റെ പ്രതിഫലം നിങ്ങൾക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങളത് പാവപ്പെട്ടവന്റെ അവകാശമല്ലേ, എൻ്റെ മകളെ അവകാശം കൊടുക്കുന്നില്ല, അതിന് പകരം ഞാൻ കൊടുക്കുന്ന അർത്ഥത്തിൽ നിങ്ങൾ നൽകുകയാണെങ്കിൽ അത് ഖൈർ. ആ മകള് അത് ഇഷ്ടപ്പെടുന്ന പിന്നെ വ്യക്തിയാണെങ്കിൽ ആ മകൾക്ക് അൽഹംദുലില്ലാ അവരുടെ സക്കാത്ത് വീടും ചെയ്യും.
എന്നാൽ അതിനോട് താല്പര്യമില്ലാത്ത, അത് ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ അവൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടില്ല, നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. അവൾക്ക് അത് നൽകാത്തതിന്റെ ശിക്ഷ പടച്ചവന്റെ അടുത്ത് ഉണ്ടാവും ചെയ്യും. ഓക്കെ, മകൾക്ക് ഒരു പക്ഷേ ഗോൾഡിന് സക്കാത്ത് കൊടുക്കാൻ മറ്റു വരുമാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മകളുടെ കൂടി അറിവോട് കൂടി അതിന്റെ സക്കാത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൽകാം. നിങ്ങൾ ബാധ്യസ്ഥരല്ല, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ സക്കാത്ത് നൽകാം. മകള് പ്രായപൂർത്തി എത്തിയ, സ്വയം കാര്യങ്ങൾ വിവേക ബുദ്ധിയുള്ള വ്യക്തിയാണെങ്കിൽ ഒന്ന് അവർക്ക് മറ്റു പൈസ ഇല്ലെങ്കിൽ ആ സ്വർണത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അവരുടെ അറിവോടുകൂടി നിങ്ങൾക്ക് കൊടുക്കാം. എനിക്ക് കുറിയുണ്ട്, കുറിയുണ്ട്. മന്ത്ലി 20,000 5 years കഴിഞ്ഞാലേ കിട്ടൂ. ഇപ്പോൾ 2 years കഴിഞ്ഞു. ഇത് 5 വർഷം കഴിഞ്ഞാലേ കിട്ടൂ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ സാധാരണ കുറി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നറുക്കെല്ലാം ആദ്യം എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പിന്നീട് ഓരോരുത്തർ വിളിച്ചെടുക്കുക. ആദ്യം വിളിക്കുന്നവർ കൂടുതൽ പൈസ അടക്കണം, അവസാനം എടുക്കുന്നവർക്ക് കൂടുതൽ പൈസ തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന കുറിയാണെങ്കിൽ അത് നിഷിദ്ധമാണ്. എന്നാൽ അതേസമയം നിങ്ങൾക്ക് അത് നിങ്ങളുടെ നിക്ഷേപമായി കണക്കാക്കുന്നത് അത് എന്താണെന്നുള്ളത് പഠിക്കണം. അല്ലാഹു അഅലം. പിന്നെ അത് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. തെങ്ങിൻ തോപ്പിൽ നിന്ന് കിട്ടുന്ന വിഹിതം അത് നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് തന്നെ കൊടുക്കണം. വാതു ഹഖഹു യൗമ ഹസാദിഹി. നിങ്ങൾ നനച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അതിന്റെ 5%, അതല്ല മഴ നനഞ്ഞിട്ട് കിട്ടുന്ന വിളവാണ് എങ്കിൽ 10% നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. മൊത്തം നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന മൊത്തം തേങ്ങ അത് കൊപ്രയാക്കിയാൽ 612 കിലോ ഗോതമ്പ് കൊള്ളുന്ന അത്രയും ചാക്ക്, 6 കിൻഡൽ ഗോതമ്പ് കൊള്ളുന്ന അത്രയും ചാക്ക് തേങ്ങ അതുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിന്റെ കിലോയിൽ വ്യത്യാസം ഉണ്ടാവും. ഗോതമ്പിന്റെ ഇത് കണക്കാക്കിയിട്ട് അതായത് 10 കിലോ ഗോതമ്പ് കൊള്ളുന്ന 60 ചാക്ക് അല്ലെങ്കിൽ 61 ചാക്ക്, അതിന് തത്തുല്യമായ കൊപ്ര കൊള്ളുന്ന അത്രയും തേങ്ങ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ഏകദേശം അത്രയൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയെങ്കിൽ പിന്നെ നിസാബിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൂക്ഷ്മതയ്ക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ എത്രയും കൊടുത്തു. നമ്മൾ മിനിമത്തിനെ കുറിച്ചാണ് പറയുന്നത്. കൂടുതൽ നിങ്ങൾക്ക് എത്രയും കൊടുക്കാം. അത് അത് ആ ഹദീസിൽ തന്നെ ഉണ്ടല്ലോ. ഇതിന് സക്കാത്ത് കൊടുക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു? ആ 2 വളയും ഊരിയിട്ട് മുഴുവനും ദാനം ചെയ്തു. അപ്പൊ കൂടുതൽ എത്രയും കൊടുക്കുക. അത് പടച്ചവന്റെ അടുത്ത് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ആശ്രിതരും നമ്മളുടെ അടുത്ത് നിൽക്കുന്നവരും അവർക്ക് ആവശ്യക്കാരായിരിക്കെ നമ്മൾ എന്ത് ചെയ്യരുത്? അതായത് എല്ലാം എടുത്തു കൊടുത്തിട്ട് അവസാനം അവർ വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ അതിൽ നിന്ന് നൽകുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ കൊടുക്കുമ്പോൾ അത് മറ്റുള്ള അർത്ഥത്തിൽ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത് അവരെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്വഹാബി വനിത വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാനിത് ദാനം ചെയ്യാണ്. അപ്പൊ അവിടെ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, റസൂലെ, അതിന് ഏറ്റവും അർഹൻ ഞാനാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അത് നിന്റെ ഭർത്താവായ അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹം വളരെ പ്രയാസപ്പെടുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് കൊടുക്കുക. പക്ഷെ അത് അപ്പൊ ഭാര്യയുടെ സക്കാത്ത് ഭർത്താവ് സക്കാത്തിന് അവകാശിയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാം. പക്ഷെ അവിടെ കൊടുക്കാന്നുള്ള പ്രക്രിയ നടക്കണം. സാധാരണ ഭർത്താവാണ് ആ സക്കാത്ത് പേ ചെയ്യല്. ഇപ്പം പിന്നെ ഭർത്താവ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സക്കാത്ത് അവർ കൊടുക്കണം അങ്ങനെ അർത്ഥത്തിലല്ല. ഭാര്യ ഭർത്താവിന് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥയല്ലാത്തത് കൊണ്ട് അവരുടെ സക്കാത്ത് വേണമെങ്കിൽ അവർക്ക് ഭർത്താവ് സക്കാത്തിന് അവകാശിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഭർത്താവിന് കൊടുക്കാം എന്ന് മാത്രം. വല്ലാഹു തആല ആലം. എനിക്കിവിടെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു, നമസ്കാരത്തിന് സമയമായി, ഇമാമത്തുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അവസരത്തിൽ മറ്റ് കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.